അന്ന് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് കുറേ പേര് തിരിച്ചിട്ടുണ്ട്, ശ്രേയാ ഘോഷാലാണോ എന്ന് പറഞ്ഞിട്ട്. റെക്കഗ്നിഷൻ്റെ പാരയാണ്. ഞാനെപ്പോഴും ഫ്ലുവൻ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. മിക്ക ടൈമിലും ഫേസ്ബുക്കിലും കമൻറ്റ്സ് വരാറുണ്ട് മലയാളമൊന്നും ക്ലിയർ അല്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഡെഫ് എൻ്റെ അമ്മും കൂടെയാണ്, ശബ്ദമില്ല, കേൾക്കില്ല. അപ്പോൾ ഈ ഒരു ഒറ്റ പാട്ടിൽ ഫുൾ എക്സ്പ്രഷൻ വരുത്തിക്കണം. എനിക്ക് റിജക്ഷൻസ് വന്നപ്പോഴും ഞാൻ വിട്ടില്ലല്ലോ. അപ്പം എന്നോട് തന്നെ ചില സമയത്ത് ഞാനിങ്ങനെ പാറ്റ് ചെയ്ത് പറയും, നന്നായി, ഗുഡ് ഗുഡ്, കുറച്ചും കൂടെ പേഷ്യൻസ് ആയിട്ട് നിന്നല്ലോ. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണത്തിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ജനിച്ചത് വളർന്നത് +2 വരെ പഠിച്ചത് വിദേശത്താണ്. അവിടുത്തെ ഓണവും ഇവിടുത്തെ ഓണവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തൊരു ഓണം? ഖത്തറിലായതുകൊണ്ട് അവിടെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ, ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് അതിൻ്റെ ആഘോഷം. നമ്മൾ മലയാളികൾ മാത്രമല്ല, നമ്മുടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലാണെങ്കിൽ പോലും ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മൾ ഒന്നിച്ച് ഓണസദ്യ കഴിക്കുക, ഒന്നിച്ച് ഇങ്ങനെ ഓരോരോ കോമ്പറ്റീഷൻസിന് പങ്കെടുക്കുക, അതൊക്കെയായിരുന്നു ഒരു വേറൊരു ടൈപ്പ് ആഘോഷമാണ്. നാട്ടിലും ആ ടൈമിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? ആഘോഷിച്ചിട്ടുണ്ട്. ഉണ്ട്. എന്തായിരുന്നു ഇവിടെ എത്തുമ്പോഴത്തെ ഒരു ഫീല്? ഇവിടെ എത്തുമ്പോൾ വേറൊരു, കാരണം കുറച്ചുകൂടെ എൻവയൺമെൻ്റ് ആയിട്ട് ഇവിടുത്തെ ഡെക്കറേഷൻസ് ആണെങ്കിലും ഇവിടുത്തെ കൂടുതലും ഡെപ്തിൽ പഠിക്കാൻ, കാരണം പുലിക്കളി ആണെങ്കിലും ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഗവൺമെൻറ് പ്രോഗ്രാംസ് ആണെങ്കിലും അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര സന്തോഷമാണ്. എങ്കിലും നിത്യയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഓണം എവിടെയാണ്? വിദേശത്തെയാണോ നാട്ടിലത്തെയാണോ? എനിക്ക് തിരുവനന്തപുരമാണ്, ട്രിവാൻഡ്രം. കാരണം ഗൾഫിൽ നമ്മളെല്ലാവരും ക്ലോസ്ഡ് ആണ് കൂടുതലും. അപ്പം പറഞ്ഞ പോലെ എൻവയൺമെൻ്റ് ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പം ഇവിടെ പോകുമ്പോൾ നമുക്ക് എല്ലായിടത്തും പോവാം, കടയിൽ പോവാം. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രോഗ്രാംസ്, അതാണ് മെയിനായിട്ട്. ഇങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റുമല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് എന്തായിരുന്നു നാട്ടിലും? എല്ലാവരും ഇത്ര ഒരുമയോടെ, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് ശ്രീലക്ഷ്മി വന്നപ്പോൾ കണ്ടു കാണും. നമ്മൾ ജസ്റ്റ് വണ്ടി ഇരിക്കുകയാണെങ്കിൽ പോലും എല്ലാവരും ഒരുങ്ങി, അതെ സെറ്റ് സാരിയിലാണെങ്കിലും ഓണക്കോടിയിലാണെങ്കിലും എല്ലാവരും ഒരുങ്ങി, അത് കാണുന്നത് എന്ത് ഭംഗിയാണല്ലേ. അതെ. ആൻഡ് ഡെക്കറേഷൻസും എല്ലാ ആ ഒരു വൈബ് എല്ലായിടത്തും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഫുഡിയാണോ? ഇഷ്ടമാണ് അങ്ങനെ. അതെ. സദ്യയിലെ മെയിൻ സംഭവം എന്താ? സദ്യയിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നായതുകൊണ്ട് ബോളിയും പാലട പായസവും. അതെ, ട്രിവാൻഡ്രംകാരോട് വേറെ ചോദിക്കാനല്ലേ. പഠിത്തവുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചാണ് ലൈഫിലെ വലിയൊരു ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാ? വലിയ ചേഞ്ച് തന്നെ, കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയി, അതാണ് മെയിൻ ആയിട്ടുള്ള ചേഞ്ച്. അതായത് ഇങ്ങനെ പുറത്തു പോകാനൊക്കെ നാട്ടിൽ ഇച്ചിരി എളുപ്പമായിട്ട് എനിക്ക് തോന്നി. ഇവിടെയാണോ എളുപ്പം തോന്നിയത്? അവിടെയല്ലേ കുറച്ചുകൂടെ കൂടുതലൊരു സേഫ്റ്റി സംഭവമായാലും? സേഫ്റ്റി സംഭവം അതുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മുടെ പാരൻസ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളിപ്പോഴും ആ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. പക്ഷെ ഇവിടെ ഇച്ചിരി ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങി. അതെ. നിത്യമാമൻ എന്നുള്ളൊരു സിംഗർ മലയാള സിനിമയിൽ ഉണ്ടാവാനും റീസൺ ഈ നാട്ടിലേക്കുള്ളൊരു ഷിഫ്റ്റ് ആയിരുന്നു? തീർച്ചയായിട്ടും. അതെങ്ങനെ സംഭവിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു 2016 തിരിച്ച് വരുന്നത്. റിട്ടയറായിട്ട്, പാരൻസ് റിട്ടയറായിട്ട് ഇങ്ങനെ വരുന്നത്. ആൻഡ് പിന്നെ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ആവണം എന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കവേഴ്സൊക്കെ ഇടാൻ തുടങ്ങി. പിന്നെ അത് കാരണം കുറച്ച് ഷോസൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോസിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ഷോയിലാണ് കൈലാസ് മേനൻ അദ്ദേഹത്തിൻ്റെ അമ്മ കാണുന്നത്. അപ്പോൾ അങ്ങനെ നിയമമഴ ആദ്യത്തെ പാട്ടിങ്ങനെ ട്രാക്ക് പാടാൻ വിളിച്ചു. അതിന് മുമ്പ് ട്രാക്കൊക്കെ പാടുമായിരുന്നു. പക്ഷെ ആ ട്രാക്കിൽ ട്രാക്ക് മാറി. അതാണ് സംഭവിച്ചത്. ട്രാക്ക് പാടി കൊടുക്കാം, അതേ വോയിസ് തന്നെ സിനിമയിൽ യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഹിമമഴ എനിക്ക് തോന്നുന്നു വലിയ തരംഗം തീർത്തൊരു പാട്ട്, ഒരുവിധം എല്ലാ പ്രണയിതാക്കളും പാടി നടക്കുന്ന ഒരു പാട്ട്. അന്ന് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് കുറേ പേര് തിരിച്ചിട്ടുണ്ട്, ശ്രേയാ ഘോഷാലാണോ എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഒരുപാട് പേര് ഇത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ അത്രയും വലിയൊരു സിംഗറുമായിട്ടുള്ളൊരു കമ്പാരിസൺ ഫസ്റ്റ് സോങ്ങിൽ തന്നെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു റെക്കഗ്നീഷനും കൂടിയിട്ടായിരുന്നു. അതിനന്ന് എങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു? റെക്കഗ്നീഷൻ പാരയാണ്. പാരയല്ല, ഐ മീൻ ആ ഒരു എക്സ്പെക്ടേഷൻ പിന്നീട് എല്ലാ പാട്ടിനും ഉണ്ടാവുമല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ അതൊരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം എക്സ്പെക്ടേഷൻസ് നമ്മൾ എല്ലാ കാര്യത്തിനും കൺസിസ്റ്റൻ്റ് ആവുക, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ
അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. അയ്യോ അപ്പോൾ അടുത്ത പാട്ട് എന്താവും, അടുത്ത പാട്ട് ഉടനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒക്കെ കുറച്ച് പേടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല കുറേ റൊമാൻറ്റിക് സോങ്സിൻ്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് റൊമാൻറ്റിക് സോങ്സ് ആണ് കൂടുതൽ പാടാൻ വരുന്നത്? ആ, അറിയില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഓഫ്കോഴ്സ്. എല്ലാം ഇങ്ങനെ റൊമാൻറ്റിക് സോങ്സ് വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ ഭയങ്കര എനിക്കിഷ്ടമാണ്. സോ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ജോണറല്ലേ, അപ്പോൾ അത് എൻജോയ് ചെയ്ത് പാടാം. അതെ. പിന്നണി ഗായികയാവാൻ ആഗ്രഹിച്ചിട്ട് യാദൃശ്ചികമായിട്ടാണ് ഇതിൻ്റെ ഭാഗമാവുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് പാട്ടാണെങ്കിൽ ഇത്രയധികം ഹിറ്റാവുകയും ചെയ്തു. അന്നേരത്തെ മൈൻഡിൽ എന്തായിരുന്നു? അന്നത്തെ പറഞ്ഞ പോലെ ടെൻഷനാണ്. അടുത്ത പാട്ട് എന്താവും, അടുത്ത പാട്ട് ഉടനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു കാരണം എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമായിട്ട് കൂടി. അതാണ്. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് തുറക്കുകയാണെങ്കിലും കുറേ പേര് കവേഴ്സ് പാടിയിടാറുണ്ട്. ഇതെപ്പോഴും പാടുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതാണ് ഏറ്റവും വലിയ അവാർഡ്. കാരണം നമ്മുടെ ഒരു പാട്ട് ബാക്കി എല്ലാവരും ഏറ്റുപാടുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെ. ഈ കവർ സോങ്സിൽ നിന്നാണ് ഈ പിന്നണി ഗായിക ആ ഒരു ഇതിലേക്ക് മാറുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കവർ സോങ് ചെയ്തിരുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിലേക്കുള്ളൊരു ജേർണി അല്ലെങ്കിൽ സിനിമയിലേക്കുള്ളൊരു ജേർണി ഈസി ആയിരുന്നോ അതോ ടഫായിരുന്നു? ടഫ് എന്നും പറയാൻ പറ്റില്ല, ഈസി എന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ നമ്മൾ ഒരു കവർ പാടുമ്പോൾ നമ്മൾ ഒരുപാട് ആ ഒരു പാട്ട് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണ് ആ പാട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കവർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, നമ്മുടെ ചോയ്സാണ്. അതെ. പ്ലേ ബാക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ചോയ്സ് അല്ലല്ലോ. അതായത് ഓഫ്കോഴ്സ് നമുക്കൊരു ആദ്യത്തെ ഒരു ഇനിഷ്യൽ ചോയ്സ് ഉണ്ട്, വേണോ വേണ്ടയോ. പക്ഷേ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ്. സ്ക്രിപ്റ്റ് ഉണ്ട്, ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസിസിലാണ് ഈ പാട്ട് വരുന്നത്. കാരണം മലയാളം മൂവി എപ്പോൾ സ്ക്രിപ്റ്റ് ഇസ് എ ഹീറോ. അതെ, സ്ക്രിപ്റ്റാണല്ലോ. അപ്പം ആ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഈ ഒരു പാട്ടിന് പിക്ചറൈസേഷനും അതിൻ്റെ വരികളും അതിൻ്റെ ട്യൂണും എല്ലാം വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആസ് എ പ്ലേ ബാക്ക് സിംഗർ ഇങ്ങനെ അതിലോട്ട് വരണം. ആ ഒരു ഇറ്റ് ഷുഡ് ബി ഓൺ പോയിന്റ്. അതെ. അപ്പോൾ ആ ഒരു വ്യത്യാസം. ഈ പുറത്ത് ജനിച്ച് വളർന്ന ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും പറയുന്ന സംഭവം അല്ലെങ്കിൽ അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ പ്രൊണൗൺസിയേഷൻ്റെ പ്രോബ്ലംസ് വരുന്നത്. നിത്യക്ക് എപ്പോഴെങ്കിലും ഈ ഒരു പാട്ടിൻ്റെ വഴിയിൽ ഈ പ്രൊണൗൺസിയേഷൻ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ? ഞാനെപ്പോഴും ഫ്ലുവൻ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം പാട്ടിലിങ്ങനെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ പറഞ്ഞു തരുമ്പോൾ അപ്പോൾ അതേപോലെ പാടാൻ നോക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവരും പറയാറുണ്ട്, മിക്ക ടൈമിലും ഫേസ്ബുക്കിലും കമൻറ്റ്സ് വരാറുണ്ട്, മലയാളം ഒന്നും ക്ലിയർ അല്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് ഇങ്ങനെ വർക്ക് ചെയ്യുക. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്ലേ ബാക്ക് സിംഗിങ്ങിലും അങ്ങനെ പക്ക മലയാളം വേണമെന്നും എനിക്ക് തോന്നില്ല ഇപ്പോൾ, അല്ലേ? മലയാളം വേണം, പക്ഷെ ആ ഒരു പക്ക അക്ഷരശുദ്ധി ഇപ്പോൾ കേൾക്കുന്ന പാട്ടിൽ അങ്ങനെ നിർബന്ധമില്ലല്ലോ. കുറവാണ് അങ്ങനത്തെ സോങ്സ് വരുന്നത്. അങ്ങനത്തെ സോങ്സ് എപ്പോൾ വരുന്നത് ഭയങ്കര കുറവാണ്. കാരണം ഇപ്പോൾ കൂടുതൽ കൊളീക്കലായിട്ടുള്ള ലാംഗ്വേജ് ആണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ ലാംഗ്വേജ് ആണ്. ശരിയാണ്. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ. കാരണം അഗൈൻ സ്ക്രിപ്റ്റ് ഹീറോ ആയതുകൊണ്ട് നമ്മൾ എപ്പോൾ വരുന്ന സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. അതായത് എപ്പോൾ നടക്കുന്ന സംഭവം അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു പോകുന്ന രീതിയിലാണ് പലതും വരുന്നത്. അപ്പം ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മേ ബി എൻ്റെ ഒരു ഫ്ലുവൻസി കുറവുള്ളത് മേ ബി ഇത് കാരണം മാറിപ്പോയിട്ടുണ്ട്. ഈ അതിനുശേഷം വന്ന ഇപ്പം ഏതൊരു പ്ലേ ബാക്ക് സിംഗർ എന്നല്ല ഏതൊരു ആർട്ടിസ്റ്റിന്റെയും ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷനാണ്. അവരാഗ്രഹിക്കുന്നത് അതാണ്. അതിപ്പം ഒരു അവാർഡിന്റെ രൂപത്തിലാവണമെന്നൊന്നുമില്ല. ആൾക്കാർ പാട്ട് നന്നായിട്ട് കേട്ടോ പറയുന്നത്, രണ്ടുപേരും അത് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നാലാൾക്കാർ ആ പാട്ട് മൂളി കേൾക്കുന്നത് അതും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അതിലേക്ക് ഇരട്ടി മധുരമായിട്ടാണ് ഒരു സംസ്ഥാന അവാർഡ് വരുന്നുണ്ടായിരുന്നത്. വാദിക്കൽ വെള്ളരിപ്രാവ് ഒരു സംസ്ഥാന അവാർഡും കൊണ്ട് വരുന്നു. ഈ പാട്ട് ഹിമമഴ ഇറങ്ങേണ്ട വിത്തിൻ 2 days ഈ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തത്. ആൻഡ് ആ സമയത്ത് എം ജെ ചേട്ടൻ സാറിന് ഞാൻ നേരിട്ട്, ഞാൻ മുമ്പ് ഷോസിനൊക്കെ ഇങ്ങനെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ കണ്ട്, എസ്പെഷ്യലി ഓണത്തിന് മുമ്പ് പറഞ്ഞ പോലെ അതിന് മുമ്പത്തൊക്കെ ഓണത്തിന് ഷോസിനൊക്കെ ഗവൺമെൻറ് ഷോസ് എല്ലാം കാണാൻ പോകും. ഒക്കെ ഇങ്ങനെ ബാക്കിലൊക്കെ എം ജെ ചേട്ടൻ സാർ ഇങ്ങനെ ബാക്കിൽ ഒരുപാട് ദൂരെ നിന്ന് ഇങ്ങനെ കണ്ട് നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു ഷോയിൽ ഒരു ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ട്രിവാൻഡ്രത്തെ ഷോസിന്. അപ്പോൾ അങ്ങനൊരു ഒരുപാട് ആഗ്രഹിച്ചാണ് എം ജെ ചേട്ടൻ സാർ നേരിട്ട് കാണാൻ. അപ്പം അങ്ങനെ ഒരുപാട് ദൂരെ നിന്ന് കണ്ടു. പക്ഷേ ഈ ഒരു റെക്കോർഡിങ്ങിന് അദ്ദേഹം നേരിട്ട് പാടി തന്നപ്പോൾ
അദ്ദേഹം പാടി വെച്ച ഫീലിൽ മേ ബി ഒരു 20% ഓർ 15% കണ്ട് ഞാൻ പാടിയിട്ടുണ്ടാവുള്ളൂ. കാരണം അദ്ദേഹം എല്ലാവർക്കും അറിയാം നല്ലൊരു ഗായകനും കൂടിയാണ്. അതെ. അപ്പോൾ ഈ ഒരു പാട്ട് ഇങ്ങനെ പാടി പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഫീൽ വേറെയായിരുന്നു. ആൻഡ് അദ്ദേഹം ഒരു ഇങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സുഫീം സുജാതയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡെഫ് ആൻഡ് ഡമ്മും കൂടെയാണ്. ശബ്ദമില്ല, കേൾക്കില്ല. അപ്പോൾ ഈ ഒരു ഒറ്റ പാട്ടിൽ ഫുൾ എക്സ്പ്രഷൻ വരുത്തിക്കണം. അതായത് ആ ഫുൾ എന്താണ് ആ ഒരു ആ സ്നേഹം നമുക്ക് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യണം. അപ്പം അതൊരു ടാസ്ക്കായിരുന്നു. ഡെഫ് ആൻഡ് ഡമ്മും കൂടെ ആയി ആ ഒരു ക്യാരക്ടറിന് ശബ്ദം ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു പാട്ടിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു അസൈൻമെൻറ്റ് പോലെയായിരുന്നു. ചാലഞ്ചിങ് ആയിരുന്നു ആ പാട്ട് സത്യം പറഞ്ഞാൽ. അത് ഈസി ആക്കി തന്നു എം ജയചന്ദ്രൻ സാറ്, വരികളാണെങ്കിൽ ഹരിനാരായണൻ ചേട്ടനും. അപ്പോൾ ആ ഒരു കോംബോ അതെ, അത് വർക്ക് ചെയ്തു. ആ കോംബോയിൽ എല്ലാ സിംഗേഴ്സിനും ഏതൊരു സിംഗറിനും അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ് ആ ഒരു കോംബോയിൽ വർക്ക് ചെയ്യാൻ. അതെ, ഞാൻ ഇതിനു മുമ്പ് നിത്യോട് സംസാരിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. എങ്ങനെയാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? എൻ്റെ പേരൻസ് ഇങ്ങനെ സംസാരിക്കാം. ഞാനൊക്കെ ഭയങ്കര ലൗഡാ. അപ്പൊ എനിക്കിങ്ങനെ പതുക്കെ സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് അത്? പണ്ട് തൊട്ടിട്ടേ അങ്ങനെ സംസാരിച്ചു വന്നതാണോ അതോ? പേരൻസും അങ്ങനെ സംസാരിക്കാം. പക്ഷേ പാട്ടിന്റെ വഴിയിലേക്ക് ആയപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? സൗണ്ട് അങ്ങനെ അല്ലേ, സൗണ്ട് സൂക്ഷിക്കാനായിട്ട്. മേ ബി ഞാനൊക്കെ ഒച്ചിട്ടിട്ട് എൻ്റെ സൗണ്ടൊക്കെ ഏത് ലെവലിലേക്ക് പോയെന്ന് എനിക്കറിയില്ല. എനിക്കപ്പോൾ ഇത് കുറച്ചുകൂടെ സൗണ്ടിനെ സംരക്ഷിക്കാനും കൂടെ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇത്. മേ ബി, പക്ഷെ അത് പർപ്പസ്ഫുള്ളി അല്ല. ഇത് എപ്പോഴെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഈ ഒരു സംസാര രീതിയോ, അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളോ പ്രശ്നമോ ഏതെങ്കിലും ആയിട്ടുണ്ടോ പാട്ടിന്റെ സമയത്ത്? പ്രശ്നം മേ ബി അത്ര ടോക്കറ്റീവ് അല്ലാത്തതുകൊണ്ട് മേ ബി എപ്പോഴും ഒരു ഫസ്റ്റ് പുതിയൊരാളെ കാണുമ്പോൾ പെട്ടെന്ന് സംസാരിക്കാൻ ചിലപ്പം എനിക്ക് പറ്റാറുണ്ടാവില്ല. ഇങ്ങനെ ഒരു മടിയല്ല, എനിക്ക് ഫസ്റ്റ് കോൺവെർസേഷൻ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട് ചിലപ്പം ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അത് കാരണം മേ ബി അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഈ അവസരങ്ങൾ ഇപ്പം ഫസ്റ്റ് പാട്ട് സ്വാഭാവികമായിട്ട് വന്നു, സെക്കൻഡ് സോങ് അതുപോലെ തന്നെ സംഭവിച്ചു, തേർഡ് സോങ്ങിലൂടെ ഇപ്പോൾ ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു യാത്രയിലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു നിത്യ കൂടുതലായിട്ട് അന്വേഷിച്ചു പോകുന്നതിനേക്കാൾ ഉപരി തേടി വന്നിട്ടുള്ളൊരു സംഭവം ആണെന്ന് തോന്നുന്നുണ്ടോ, അതോ എങ്ങനെയായിരുന്നു? ഇനിഷ്യലി യെസ്, മേ ബി. പക്ഷെ അതെല്ലാം നമ്മൾ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് അങ്ങനെ പറയല്ലേ, നമ്മൾ മാനിഫെസ്റ്റേഷനും പിന്നെ നമ്മളൊരു കാര്യം ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ തേടി വരും. അതെ, അതിൽ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ആക്ച്വലി ലൈവ് എക്സാമ്പിളുമാണ് ഞാൻ. ഈ പിന്നണി ഗായിക ആവണമെന്ന് സ്വപ്നം കണ്ട സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കില്ലേ, ഇന്നയാളുടെ പാട്ട് പാടണം, ഇന്നയാൾക്കൊപ്പം പാടണം, അങ്ങനെ ആഗ്രഹിച്ചത് ആർക്കൊപ്പമായിരുന്നു? അതുപോലെ തന്നെ അതിൽ എത്രയൊക്കെ സ്വപ്നങ്ങളാണ് ഇപ്പം നടന്നിട്ടുള്ളത്? ഡെഫിനറ്റ്ലി അരിജിത് സിംഗ്, സോനു നിഗം, ആ ഒരു സിംഗേഴ്സിൻ്റെ കൂടെ സിംഗേഴ്സിൻ്റെ കൂടെ പാടണം എന്ന്. പിന്നെ ഞാൻ ഓഫ്കോഴ്സ് ഹരിശങ്കറിൻ്റെ ഒപ്പം പാടാനും ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റും കൂടെയാണ് ഹരിശങ്കറിൻ്റെ കൂടെ. കാരണം ഫസ്റ്റ് സോങ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പാടി ചെയ്യാൻ പറ്റിയത് എൻ്റെ സന്തോഷമായിരുന്നു. ആ സ്വപ്നങ്ങൾ നടന്നിട്ടുണ്ട്. ആ സ്വപ്നം നടത്തും. അതുപോലെ സൂരജ് സന്തോഷ് അവരൊക്കെ ഒപ്പം പാടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പം പാടാൻ പറ്റിയിട്ടുണ്ട്. സോ അതെ, അതൊരു ഹാപ്പി. ഇപ്പം ഈ ഒരു ജേർണി ഇപ്പോൾ ഇത്രയും വർഷം പിന്നിട്ട് നിൽക്കുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡെഫിനറ്റ്ലി എൻ്റെ പേരൻസിനോടും ഗുരുക്കന്മാരോടും പിന്നെ സംവേറെ എന്നോടും കൂടെ. കാരണം എനിക്ക് റിജക്ഷൻസ് വന്നപ്പോഴും ഞാൻ വിട്ടില്ലല്ലോ. അപ്പം എന്നോട് തന്നെ ചില സമയത്ത് ഞാനിങ്ങനെ പാറ്റ് ചെയ്ത് പറയും, നന്നായി, ഗുഡ് കുറച്ചും കൂടെ പേഷ്യൻസ് ആയിട്ട് നിന്നല്ലോ. കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നു എപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും ആർക്കും പേഷ്യൻസ് ഇല്ല. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. കാരണം ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസിനൊപ്പം ഇങ്ങനെ കൊളാബിന് വിളിക്കും. അപ്പം അവർക്ക് അവരുടെ മനസ്സിൽ അവരുടെ പാട്ടെന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞിനെ പോലെ ആയിരിക്കും. അപ്പം അത് മാറ്റോ ഇത് വരുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പം പക്ഷെ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. കാരണം റിജക്ഷൻസ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ എല്ലാ ആർട്ടിസ്റ്റിനും. ഇന്നുള്ളത് ചിലപ്പോൾ നമുക്ക് നാളെ ഉണ്ടാവില്ല, നാളെ ഉള്ളത് ചിലപ്പോൾ നമുക്ക് ഇന്ന് ഒട്ടുമേ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. റിജക്ഷൻസ് ഡൗൺ ആക്കാറുണ്ടോ? ഡൗൺ ആക്കാറുണ്ട്, പക്ഷെ അത് ആ സമയത്ത് ഡൗൺ ആവും, അത്രേ ഉള്ളൂ. പിന്നീട് ഇല്ല, എങ്ങനെയെങ്കിലും തിരിച്ചു വരും. എന്താ പറയുക, ആ ഒരു കൂളിംഗ് ടൈം പീരീഡ് ഇല്ലേ, അത് ഭയങ്കര ഷോർട്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. അതന്നെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതാണ്
അതാണ് പറയുക, കടപ്പെട്ടിട്ടുള്ളവര് കുറച്ച് എന്നോടും കൂടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് വളരെ അപൂർവ ആൾക്കാരേ ഉള്ളൂ. ലൈക്ക് ഒരുപാട് പേര് പറയും എനിക്ക് ഇന്നാളോട് കടപ്പാട്, ഇന്നാളോട്. പക്ഷെ സെൽഫായിട്ട് ഒരു സാധനം തോന്നുന്നത് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ഇന്റർവ്യൂ ചെയ്തതിൽ ഒരാളാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു മറുപടി തരുന്നത്. പേരൻസ് ഗുരുക്കന്മാരുടെ ഒഫ്കോഴ്സ് ഉണ്ട്, പക്ഷെ കാരണം റിജക്ഷൻസ് എല്ലാം കേൾക്കുന്നതെല്ലാം നമ്മളാണ് ആദ്യം. സത്യം. നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ബാക്കി ജേണി വരുന്നത്. കാര്യങ്ങൾ. ഈ സ്റ്റുഡിയോയിൽ പാടുന്ന വ്യക്തിയും സ്റ്റേജിൽ പാടുന്ന വ്യക്തിയും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാ വരുന്നത്? സ്റ്റേജ് പാടുമ്പോൾ ഓഫ്കോഴ്സ് വേറെ ഓഡിയൻസിനെ കാണുമ്പോൾ മേ ബി പലപ്പോഴും പാട്ടിൻ്റെ ലിസ്റ്റ് പോലും ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം ആ ഒരു വൈബ് മാച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ ഒന്ന് മേ ബി കുറച്ചുകൂടെ ഓപ്പൺ സിംഗിങ് ആയിരിക്കാം. നമ്മൾ സ്റ്റുഡിയോ പാടുന്ന ആ ഒരു മേ ബി ടോൺ ആയിരിക്കില്ല. നിത്യക്ക് പേഴ്സണലി ഇഷ്ടം ഏതാ? എനിക്ക് പേഴ്സണലി മേ ബി റെക്കോർഡിങ് ആയിരിക്കും, കാരണം ആ ഒരു ക്രിയേഷൻ പ്രോസസ്സ് എനിക്കിഷ്ടമാണ്, ക്രിയേറ്റീവ് പ്രോസസ്സ്. കാരണം ഒരു പുതിയ പാട്ട് നമ്മൾ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒപ്പം ലിറിക്സിസ്റ്റിനൊപ്പം എല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ്, കാരണം ആ ഒരു പാട്ട് പിന്നീട് മേ ബി കുറേ പേര് പാടുമായിരിക്കും. അതെ, അത് മൂവിയിലും കാണുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെയാണ്. പക്ഷെ എന്തായാലും ഷോസിന് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നേരിട്ട് കാണാനല്ല, എനർജി കിട്ടുകയാണ്. ആ നമ്മൾ പാടിയിട്ടുള്ള പാട്ടാണെങ്കിൽ പോലും ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് അറിയും. കാരണം ഹിമമഴയ്ക്ക് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ മേ ബി ഒരു വിത്തിൻ 1 month തന്നെ ഞാൻ ഹിമമഴ ഇറങ്ങിയിട്ട് വിത്തിൻ 1 month തന്നെ സ്റ്റേജിൽ പാടാൻ തുടങ്ങിയപ്പോൾ ആ ഒരു റെസ്പോൺസ് അപ്പോഴാണ് അറിയുന്നത്, ഓക്കെ പാട്ടെല്ലാവരും കേൾക്കുന്നുണ്ട്, കാണാറുണ്ട്, ആ ഒരു അറിയുന്ന ആ റെസ്പോൺസ്. അപ്പം ഇന്നും നമ്മൾ പുതിയ റിലീസസ് വരുമ്പോൾ ഒക്കെ പാടുമ്പോൾ ആ ഒരു ഫസ്റ്റ് പെട്ടെന്ന് റിയാക്ഷൻ കിട്ടാല്ലേ? അതെ, ഫസ്റ്റ് റെസ്പോൺസ് കിട്ടുന്നു. അതെ, ഫസ്റ്റ് റിവ്യൂ. അതെ. ഇതുപോലെ പാട്ട് കേട്ടിട്ട് നേരിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കാം, നിത്യനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനത്തെ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ടോ? അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എം ജയചന്ദ്രൻ സാറ് ഹിമമഴ കേട്ടിട്ടാണ് വാതിക്കലിനെ വിളിച്ചത്. എസ്പെഷ്യലി അതിൻ്റെ കൊടുത്ത ഫീലൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് വാതിക്കലിനെ വിളിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അതൊരു സന്തോഷമല്ലേ.